നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചമ്മന്തി പൊടിയാണ്. എല്ലാ ഡിഷിൻ്റെയും കൂടിയും ഒരല്പം ഇട്ട് കൊടുത്താൽ നമുക്കൊരു അഡീഷണൽ ടേസ്റ്റ് തരുന്ന ഐറ്റം തന്നെയാണത്. പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിൽ നമ്മൾ ഉഴുന്ന് മാത്രമാണ് അഡീഷണൽ ആയിട്ട് ദാലായിട്ട് ഇട്ട് കൊടുത്തുള്ളൂ. ഇത് വേണമെങ്കിൽ അല്പം നമ്മുടെ പരിപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മല്ലി, ഒരു 4 ഉണക്കമുളക്, അല്പം കറിവേപ്പില. വളരെ സ്ലോ ഫയറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 1/2 മുറി തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം തേങ്ങ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷമയോടുകൂടി വളരെ സ്ലോ ഫയറിൽ തയ്യാറാക്കേണ്ട ഒരു ഐറ്റമാണ്. അല്പം കരിഞ്ഞു പോയാൽ പോലും ടേസ്റ്റ് മാറിപ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ ഇത്രയും തേങ്ങയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തേങ്ങയുടെ കൂടെ കിടന്ന് നല്ല രീതിയിൽ സോട്ടായിട്ട് വരും. ഈ സമയത്ത് നമ്മൾ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറായ ശേഷം അത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പുളിയും ഉപ്പും എല്ലാം ശരിക്കും തേങ്ങയിൽ നല്ല രീതിയിൽ മിക്സായി വരും. ഓരോ സ്റ്റെപ്പ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒട്ടും വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണയൊക്കെ ചേരുമ്പോൾ കുറച്ചും കൂടി ഇതൊരു പൗഡറിൻ്റെ ഒരു ടെക്സ്ചർ മാറും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു മാസത്തോളമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു കരുവത്തിൽ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുകയാണത്. ശരിക്കും ഒരു പൗഡർ പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറ് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇതൊട്ടും ഓവറായിട്ട് പേസ്റ്റ് ആക്കരുത്. പേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വറുത്തരപ്പ് തയ്യാറാക്കും പോലെ ആയിപ്പോൾ. ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ല രീതിയിൽ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒരു പൗഡറായിട്ട് നമുക്ക് ചോറിൻ്റെ മുകളിലൊക്കെ വിതറിയിട്ട് കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഗ്രേവി പോലെ ആക്കാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ഓരോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ചമ്മന്തി പോലെ തയ്യാറാക്കിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരുപാട് നാളിരിക്കുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. എല്ലാത്തിനും സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.